മഴ കനത്തതോടെ ഒറ്റപ്പാലം 19 മൈൽ ജൂബിലി റോഡിൽ വീട്ടിലകത്ത് അലി അസ്കറിന്റെ വീടിനുള്ളിൽ വെള്ളം കയറി. സമീപവാസിയായ ബിലാൽ മൻസിലിൽ സക്കറിയയുടെ വീടിനു മുന്നിൽ വെള്ളം കെട്ടിക്കിടന്ന് ഏത് നിമിഷവും ഉള്ളിലേക്ക് കയറുന്ന സ്ഥിതിയിലാണ്. കഴിഞ്ഞ 15 വർഷത്തിലധികമായി ഓരോ മഴക്കാലത്തും ഈ രണ്ട് കുടുംബങ്ങളും സമാനതകളില്ലാത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. കനത്ത മഴയിൽ വീടിനുള്ളിൽ വെള്ളം കയറിയതോടെ ബന്ധുവീടുകളിലേക്ക് താമസം മാറേണ്ട ഗതിയിലാണ് നിലവിൽ അലി അസ്കറും കുടുംബവും. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ടും ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറി, വാർഡ് കൗൺസിലർ എന്നിവർക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറയുന്നു. ഇത് ഇവിടെ 22 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ഇരുന്ന സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഞങ്ങൾക്കുള്ള വിഷയമാണ് ഈ വെള്ളക്കെട്ടുള്ളത്. ഇതിൽ ഒരുപാട് തവണ പരാതികൾ കൊടുത്തതാണ്. ഡ്രെയിനേജിന്റെ ഇഷ്യൂസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അടുത്തുള്ള വീട്ടുകാർ ഡ്രെയിനേജ് റെഡിയാക്കാൻ സമ്മതിക്കുന്നില്ല. അതുപരമായിട്ട് ഞങ്ങൾ 2 വർഷം മുന്നേ നവകേരള സദസ്സിൽ ഒരു ലെറ്റർ കൊടുത്തിരുന്നു. അപ്പം അതിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഓർഡർ വന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ നോക്കിയിട്ട് അതിന്റെ ശരിയായ രീതിയിൽ ചെയ്തു തരാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഇവിടുത്തെ കഴിഞ്ഞ കൗൺസിലർ നുഷി അവരുടെ പരമാവധി ശ്രമിച്ച് റോഡ് കീറി മുറിച്ച് ഡ്രെയിനേജ് ഒക്കെ റെഡിയാക്കി തന്നതാണ്. പക്ഷെ അതിന് അപ്പുറത്തേക്കുള്ള പണി നടക്കാൻ ഇവരുടെ അടുത്തുള്ള ആൾക്കാർ സമ്മതിക്കാത്തതുകൊണ്ട് അത് നീട്ടിക്കൊണ്ട് പോവുകയാണ്. ഇതിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലാസ്റ്റ് ലെറ്റർ വന്നത് എന്താ വെച്ചാൽ അവർ സർവേ നടപടി നടത്തിക്കൊണ്ട് ഇത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് 2 വർഷമായിട്ടും അതിനൊരു അനക്കം ഉണ്ടായിട്ടില്ല. എല്ലാ വർഷവും ഇതേപോലെ തന്നെ വെള്ളം കയറിയിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും വരുന്നത്. തൊട്ടടുത്ത വീട്ടിൽ വരെ ഇതേപോലെ രാത്രി ഒരു 1 മണിക്ക് കുട്ടികൾക്ക് ഷോക്ക് അടിക്കാനുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മെയിനായിട്ട് എന്താ വെച്ചാൽ രാത്രി നമ്മൾ മഴക്കാലത്ത് എണീച്ചിരിക്കണം എപ്പോഴാണ് വെള്ളം കയറുക എന്നുള്ളത്. ബാത്റൂമിൽ നിന്ന് ആദ്യം വെള്ളം പൊന്തും, പിന്നെ അത് റൂമിലോട്ട് പടരും. അങ്ങനെ ഒരു വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 ദിവസം ഈ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതുവരെ മുനിസിപ്പാലിറ്റി എല്ലാം ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ അവർ സർവേ നടപടികളായിട്ടോ ഒന്നും മുന്നോട്ട് പോകുന്നില്ല. അയൽവാസിയായ സക്കറിയയുടെ വീടിന് മുന്നിൽ വരെ നിലവിൽ വെള്ളം എത്തിയിട്ടുണ്ട്. മഴ ശക്തമായാൽ ഏത് നിമിഷവും വീടിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറുമെന്ന ഭീതിയിലാണ് കുടുംബം. കഴിഞ്ഞ വർഷത്തെ കനത്ത മഴയിൽ ഈ വീടിനുള്ളിൽ വെള്ളം കയറുകയും ഷോക്കേൽക്കുന്ന തരത്തിലുള്ള അപകടകരമായ സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു. കുട്ടികൾ അടക്കമുള്ള കുടുംബാംഗങ്ങൾക്ക് വെള്ളക്കെട്ട് ഭീഷണി ഉയർത്തുമ്പോഴും ഇതേ വീട്ടിൽ തന്നെ കഴിയേണ്ട ഗതികേടിലാണ് ഇവർ. ഇന്നലെ രാത്രി പെയ്ത മഴക്കാണ് ഇത്രയും കൂടുതൽ വെള്ളം നിൽക്കുന്നത്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല. താമസിക്കാൻ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണ്. വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അധികാരികൾ ഇതൊന്ന് മനസ്സിലാക്കി ഇതിന് വേണ്ട നടപടി ചെയ്തു തരണമെന്നാണ് അപേക്ഷിക്കാനുള്ളത്. ഡ്രെയിനേജ് വിഷയമാണ് മെയിനായിട്ട് ഇവിടെ വെള്ളം ഒഴിഞ്ഞു പോകാത്തത്. ഡ്രെയിനേജ് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം മിക്കവാറും ഒഴിഞ്ഞു പോകും, പ്രയാസങ്ങൾ തീരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കാര്യമായതൊന്ന് ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് അനുയോജ്യമായി താമസിക്കാൻ പറ്റുന്ന വിധത്തിൽ ചെയ്തു തരാനാണ് പറയുന്നത്. വെള്ളം ഒഴുകിപ്പോവാൻ കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതാണ് ഈ രണ്ട് കുടുംബങ്ങളുടെയും ദുരിതത്തിന് പ്രധാന കാരണം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ വഴിയില്ലാത്തതാണ് വീടുകളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കുന്നത്. ഈ പ്രശ്നത്തിന് എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. അതേസമയം ഡ്രെയിനേജ് പ്രശ്നവും വെള്ളക്കെട്ടും പരിശോധിച്ച് എത്രയും വേഗം പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് വാർഡ് കൗൺസിലർ സായി കിരൺ അറിയിച്ചു. ഇത് ഒരു 15 വർഷമായിട്ട് പ്രദേശത്തുള്ളൊരു വലിയൊരു വിഷയം തന്നെയാണ്. ആദ്യം നിലവിലെ 24-ാം വാർഡിലായിരുന്നു. ഈ കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷൻ സമയത്താണ് ഇത് 26-ാം വാർഡിലേക്ക്, ഇപ്പം ഞാൻ കൗൺസിലറായി നിൽക്കുന്ന വാർഡിലേക്ക് ചേർത്തപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഇഷ്യൂസ് ഒരു 15 വർഷമായിട്ടുണ്ട്. ഈ മഴക്കാലത്ത് ഈ പ്രദേശത്തുള്ള വെള്ളക്കെട്ട് സ്ഥിരമായിട്ടുള്ളൊരു വിഷയമാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ വിഷയത്തിൽ ആദ്യമായിട്ടാണ് ഇടപെടുന്നത്. ഈ വിഷയത്തിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ പരിസരവാസികളോടൊക്കെ സംസാരിച്ചിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊരു പരിഹരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മിക്കവാറും നാളെ മറ്റന്നായിട്ട് എല്ലാവരും ആളുകളോട് സംസാരിച്ച് എല്ലാവർക്കും തൃപ്തിയാവുന്ന ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോയി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നടപടികളിലേക്ക് മുനിസിപ്പാലിറ്റിയിലും അറിയിച്ച് വേണ്ടത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് തീരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മൾ റോയൽ ഹൈപ്പർ മാർക്കറ്റിൽ ഓണം സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ? ഈ ബിഗ് സൈല് വരുന്നത് ജൂലൈ 31, ഓഗസ്റ്റ് 1, 2, 3 ആയിട്ടാണ്. അപ്പൊ ഈ ഡേറ്റ്സ് ആരും മറക്കണ്ട കേട്ടോ.